സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി നടി ഗായത്രി അരുൺ. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് നടി വീഡിയോ പങ്കുവെച്ച് ആരോപിച്ചിരിക്കുന്നത്. എൻ്റെ ചിത്രം ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സംബന്ധിച്ച് എനിക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. 2024 സെപ്റ്റംബറിൽ കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഫീസ് അടച്ച പല വിദ്യാർത്ഥികൾക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കുറിപ്പോടെയാണ് വീഡിയോ. ഏതാണ് സ്ഥാപനമെന്ന് നടി വെളിപ്പെടുത്തിയിട്ടില്ല. നടിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ തട്ടിപ്പിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. മറ്റു പല പ്രമുഖരും ചടങ്ങിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. പൈസ അടച്ചിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്, നടി പറഞ്ഞു. എൻ്റെ ഫോട്ടോയാണ് അനുവാദമില്ലാതെ ബിസിനസ്സിനായി ഉപയോഗിക്കുന്നത്. വാട്സപ്പിൽ എൻ്റെ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി അവർക്ക് നോട്ടീസ് അയക്കുകയാണ്. എൻ്റെ കൂടെ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത കൊച്ചിയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ എല്ലാ വിവരങ്ങളും വെച്ച് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നടപടികൾ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഗായത്രി അരുൺ വ്യക്തമാക്കി. പലപ്പോഴും PR ഏജൻസികൾ വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക. വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കേഷനുമുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെയുണ്ടെന്ന് അറിവോടുകൂടിയാണ് ഞാൻ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. അതിനു മുമ്പും ശേഷവും എനിക്ക് ആരുമായി യാതൊരു തരത്തിലും ബന്ധവുമില്ല. വ്യക്തിപരമായി അവരെ അറിയില്ല. എൻ്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഉദ്ഘാടനത്തിനെടുത്ത ചിത്രം പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കുന്നത്, അവർ പറഞ്ഞു. ഇത് കണ്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ട് പല മാതാപിതാക്കളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ചു. പിന്നീട് ബന്ധപ്പെടുമ്പോൾ ഒരു വിവരവുമില്ല. ഞാൻ ഇവരുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂകൾ ഉണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയാകുന്നത്. എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സംഘമുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇനി സമയം ഒട്ടും കളയാതെ നിയമപരമായി മുന്നോട്ട് പോകുക. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുക, നടി ആവശ്യപ്പെട്ടു. സമ്മതമില്ലാതെ തട്ടിപ്പിന് എൻ്റെ ചിത്രം ഉപയോഗിച്ചതിനെതിരെ ഞാനും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളും എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഈ കാര്യം നിങ്ങളെ അറിയിക്കാനും കൂടുതൽ ആളുകൾ പെടാതിരിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ. ഇവരുടെ പേര് ഞാൻ പറയാത്തത് നിയമപരമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടും നിയമ തടസ്സം ഉള്ളതുകൊണ്ടും മാത്രമാണ്. ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും അവരുടെ വിവരങ്ങൾ അറിയാം. എത്രയും പെട്ടെന്ന് നിയമപരമായി നീങ്ങണം. തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന്റെ മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ ശ്രമിക്കണം, ഗായത്രി അരുൺ കൂട്ടിച്ചേർത്തു.